അല്ല ചന്ദ്രേട്ടാ, അളിയനും പെങ്ങളൊക്കെ വന്നിക്കുന്നല്ലോ. ആ ഓരൊക്കെ രാവിലെ തന്നെ എത്തിക്കുന്നു. എന്നാ അപ്പം നിങ്ങൾക്ക് ഉഷാറായിരിക്കും. എന്തു ഉഷാറ് സജീവ. 1.5 മാസമായി ഈ ജാതി മഴ. കയ്യിലാണ് ഒരു 5 പൈസ. പിന്നെ എങ്ങനെ ഉഷാർ? എല്ലാരും സ്ഥിതിയും അങ്ങനൊക്കെ തന്നെ ചന്ദ്രേട്ടാ. ഞാനിങ്ങനെ ആലോചിക്കുക, എന്തെങ്കിലും സൈഡായിട്ട് ഒരു പരിപാടി തുടങ്ങിയാലോ? നിങ്ങളിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആലോചിക്കുക, ഈ ലോട്ടറിന്റെ പരിപാടി തുടങ്ങിയാലോ? പണിയുള്ളപ്പോ പണിക്കുമ്പോ അല്ലാത്തവരത് ഇങ്ങനെ ചെയ്യാലോ. ഹോൾസെയിലോ? ഹോൾസെയിൽ അല്ലേ, ഇങ്ങനെ കൊണ്ട് നടന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലോ. ആ പരിപാടി എന്താ? ചന്ദ്രേട്ടാ, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുക നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ലോട്ടറി കച്ചവടം തുടങ്ങണ്ട. ഇത് എപ്പോഴെങ്കിലും ആരെങ്കിലും ഓരോരോ ടിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? പൈസ അടിക്കണ്ടേ? എല്ലാ ആൾക്കാരും എടുത്തും പോയിട്ട് ടിക്കറ്റ് വേണോ ടിക്കറ്റ് വേണോ ടിക്കറ്റ് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. നാട്ടിലാരെയും ഞാൻ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും സമ്മതിക്കൂല. ആ സുഗുണേട്ടാ, ആ എന്താ പിന്നെ അല്ലേ സജീവേട്ടൻ അങ്ങോട്ട് പോയില്ല? എങ്ങോട്ട് പോവാനാ? ഈ മഴയത്ത് ഏട്ട് പോവാനാ? നാളത്തെ ടിക്കറ്റ് ഒന്ന് കടിക്ക്. പൂജ അല്ലേ? പൂജ നാളത്തെ അല്ലേ? ആ. നല്ല നമ്പറാ, നോക്കി 475 അങ്ങനെ സ്ഥിര നമ്പറാ. സുഗുണേട്ടാ, ആ. മറ്റന്നാളത്തെ ടിക്കറ്റ് ഒന്ന് എടുക്കട്ടെ. ആ, 1 കോടി ഉറുപ്പ്യ ഫസ്റ്റ് പ്രൈസ്, 1 കോടി. വേണ്ട വേണ്ട വേണ്ട, നാളെ എടുക്കാം നാളെ എടുക്കാം. ഇന്ന് പൈസ അല്ല, മീൻ വാങ്ങാനല്ല പൈസ ബാക്കിയുണ്ട്. മീൻ നിങ്ങൾക്ക് മറ്റന്നാളും വാങ്ങാ. തന്നെയല്ലേ മീൻ വെച്ച് കറി കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് അന്നപ്പോ കഴിഞ്ഞ്. ഇതിപ്പോ മറ്റന്നാൾ വരെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയായിട്ട് കുത്തിരിക്കാം. അതുകൊണ്ട് ഞാൻ നാളെ പറഞ്ഞത് പ്രതീക്ഷ അല്ലേ? ആ നാളെ എടുക്കട്ടോ. ആ ശരി. നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. ഈ നാട്ടിലാകെ 10-20 ആളെ ലോട്ടറി വാങ്ങുന്നുള്ളൂ. ഓൽക്ക് ടിക്കറ്റ് വിറ്റാണ് ഞാൻ ദിവസം കഴിച്ചത്. ഇനി നിങ്ങളോട് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് വെക്കൂ. നാളത്തെ 1 കോടി, നാളത്തെ 1 കോടി, നാളത്തെ 1 കോടി, നാളത്തെ പൂജ, നാളത്തെ പൂജ, നാളത്തെ പൂജ, നാളത്തെ 1 കോടി, നാളത്തെ 1 കോടി. നേടാ എന്റെ നാളത്തെ 1 കോടി, നാളത്തെ ഭാഗ്യവാൻ നിങ്ങളല്ലേ? നാളത്തെ 1 കോടി, നാളത്തെ 1 കോടി, നാളത്തെ 1 കോടി, നാളത്തെ